Hi all, welcome back to Wellness Within Us by Sina George. ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് ഈ മൈക്രോ ഹാബിറ്റ്സ്? നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്നില്ല, വലിയ വലിയ എക്സസൈസുകൾ ചെയ്യണമെന്നില്ല. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അല്ലാതെ ചെറിയ കുറുക്കു വഴികൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്, അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് മൈക്രോ ഹാബിറ്റ്സ്. ഓക്കെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മാറാൻ വെറും 60 സെക്കൻഡിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ പറ്റും. നല്ലൊരു ആരോഗ്യത്തെ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ചെറുതായി ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾക്കറിയാം, പലരും പുതിയ ശീലങ്ങൾ തുടങ്ങുന്നു, പുതിയ എക്സസൈസുകൾ ആരംഭിക്കുന്നു, പുതിയ ജീവിത ശൈലികൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പാതി വഴിയിൽ നമ്മൾ അത് വേണ്ടെന്ന് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടോ മടുക്കുന്നു, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അവിടെയാണ് മൈക്രോ ഹാബിറ്റ്സ് നമ്മളെ സഹായിക്കുന്നത്. മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് സ്ഥിരമായി ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം ലഭ്യമാകുന്നത്. അപ്പോ എന്താണ് ഈ മൈക്രോ ഹാബിറ്റ്സ് എന്നല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്? ഉദാഹരണത്തിന്, ഒരു പുഷപ്പ് മാത്രം ചെയ്യുക, ഒരു ബുക്കിന്റെ ഒരു പേജ് മാത്രം വായിക്കുക, രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വളരെ ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ ചെറിയൊരു സെന്റൻസിൽ ഒരു ജേണൽ എഴുതുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവ വളരെ ചെറുതാണെങ്കിലും നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താൽ, സ്ഥിരമായി അത് ഫോളോ ചെയ്ത് കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല, ഒരു ദിവസം ഹെൽത്തി ഫുഡ് കഴിച്ചതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നില്ല. പക്ഷേ അത് എല്ലാ ദിവസവും തുടർന്നാലോ, അവിടെയാണ് മാറ്റങ്ങളുടെ ആരംഭം. മൈക്രോ ഹാബിറ്റ്സിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്, വളരെ ചെറുതാണ്, ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കണം. വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്തിരിക്കുമെന്ന് ദൃഢനിശ്ചയം എടുക്കണം. അവിടെയാണ് മൈക്രോ ഹാബിറ്റ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മനസ്സിന് റെസിസ്റ്റന്റ് ഉണ്ടാകും, ശാരീരികമായി നമ്മൾ ക്ഷീണം ഉണ്ടാകും. ഇന്ന് വർക്കൗട്ടിന് പോയി, ഇന്ന് ജിമ്മിൽ പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, ചിലപ്പോൾ ഒരാഴ്ച പോയി, അത് കഴിയുമ്പോൾ നമ്മൾ മടി പിടിക്കും. പിന്നീട് നമ്മൾ നിർത്തും, പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്താലും വീണ്ടും ചിലപ്പോൾ അത് നിർത്തും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ മൈക്രോ ഹാബിറ്റ്സ് വളരെ ചെറുതാണ്. 60 സെക്കൻഡ്സ് ഒക്കെ നമ്മൾ ചെയ്താൽ മതി. അത് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ മനസ്സിന് മടുപ്പില്ല, നമ്മുടെ ബ്രെയിൻ അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് മൈക്രോ ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൺസിസ്റ്റൻസി നിർബന്ധമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, ആ ഒരു കൺസെപ്റ്റ് മനസ്സിനെ പഠിപ്പിക്കണമെന്ന്. ഇവിടെയാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന ആശയം കൂടുതൽ പോപ്പുലർ ആക്കിയത് ജെയിംസ് ക്ലിയർ, BJ ഫോഗ് തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മൈക്രോ ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു 60 സെക്കൻഡ് നമ്മുടെ കൈകാലുകൾക്ക് ഒരു സ്ട്രെച്ച് കൊടുക്കുക. ഇപ്പോൾ ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസ് ടേബിളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഓഫീസ് ചെയറിൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൈകാലുകൾ അനക്കുക, കണ്ണിന് എക്സസൈസ് കൊടുക്കുക. സ്ഥിരമായി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ, ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ ഭക്ഷണത്തിന് ശേഷം ഒരു 60 സെക്കൻഡ്സ്, ഒരു 1 മിനിറ്റ് നടക്കുക. കോഫി കഴിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നാളത്തെ പ്രധാന ടാസ്കുകൾ എന്താണ് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ടാസ്കുകൾ നമ്മളൊരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ ജേണൽ എഴുതുന്ന ഡയറിയിൽ എഴുതി വെക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമുക്ക് ഓരോ ദിവസവും ലഭിച്ച ഏതെങ്കിലും ഒരു ഏറ്റവും വലിയ കാര്യത്തിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഡീപ് ബ്രീത്ത് എടുക്കുക. 60 സെക്കൻഡ്സ്, 1 മിനിറ്റ് നേരത്തേക്ക് മതി. ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ, ഇത് ശീലമായി കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഓർമ്മ വരുമ്പോൾ ഒരു 60 സെക്കൻഡ്സ് ഡീപ് ബ്രീത്ത് ചെയ്യുക. 60 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ ഒരു 3 ഡീപ് ബ്രീത്ത് എടുക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഫോൺ ഗ്രേ സ്കെയിലാക്കുക. അപ്പോ നമ്മുടെ ഫോൺ കളർഫുൾ ആവാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത്ര ഇൻട്രസ്റ്റഡ് ആവില്ല ഫോണിലേക്ക് നോക്കാൻ. അപ്പൊ നമ്മുടെ
ബ്രെയിൻ നമ്മുടെ മൈൻഡ് കൂടുതൽ ഫ്രഷ് ആകും, ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ബുക്കിന്റെ ഒരു പേജ് വായിക്കുക. അതുപോലെ ഒരു പുതിയ വേർഡ് പഠിക്കുക. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിർത്താതെ ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് മൈക്രോ ഹാബിറ്റ് ഫോളോ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിപ്പിച്ച് ചെയ്യുക. അതായത് നമ്മൾ രാവിലെ പല്ല് തേച്ചതിന് ശേഷം ഒരു സ്ക്വാറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസ് എന്നാൽ ഉടനെ നമ്മുടെ ഡെസ്കിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് പ്ലാൻ ചെയ്യുക. ഇങ്ങനെ വളരെ ചെറുതായി ഓരോ കാര്യങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ അത് നമ്മൾക്ക് ശീലമാകും. ശീലമായാൽ പിന്നെ നമ്മൾക്കറിയാമല്ലോ, അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ കുറെ ശീലങ്ങളായി കഴിയുമ്പോൾ ഒരു പുഷപ്പ് കുറച്ച് കഴിയുമ്പോൾ 10 പുഷപ്പ് ആകും. ഒരു പുഷപ്പ് എടുക്കുമ്പോൾ ഒന്നും ഇല്ലെന്ന് തോന്നും. പിറ്റേ ദിവസം നമുക്ക് തോന്നും 2 എണ്ണം ചെയ്യാം, അല്ലെങ്കിൽ 3 എണ്ണം ചെയ്യാം, അങ്ങനെ 10 എണ്ണം ആകും. അപ്പോ നമുക്ക് പറ്റുന്നതല്ല, ഒരുപാടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ആ ഒരു സുഖം നമ്മുടെ ബോഡിയിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം തുടങ്ങുന്നത് ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. പലതുള്ളി പെരുവെള്ളം എന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് മൈക്രോ ഹാബിറ്റ്സിന് വർക്ക് ആവുന്നത്. ജീവിതം ശരിക്കും മാറണമെന്ന് നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വളരെ ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങുക. വലിയ മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിജയം ഒരിക്കലും ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ടാണ് വിജയം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്. അപ്പൊ കുറച്ചുകൂടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മീലിന് മുമ്പും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 3 ഡീപ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുക. ഉച്ചയൂണിന് ശേഷം നമ്മുടെ ശരീരം ഒരു അലസതയിലേക്ക് പോകും, ഒരു എന്താ പറയാ, ഒരു ഉറക്ക മൂഡിലേക്കൊക്കെ പോകും. അതിന് നമ്മളൊരു കോഫി, ഒരു ചായ കുടിക്കുകയാണ് നമ്മുടെ ശീലം. എന്നാൽ കോഫി ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എങ്ങനെ ഉണർത്താം? അതായത് ഒരു ലൈറ്റ് സ്ട്രെച്ച് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തരി ഉപ്പിട്ടിട്ട് കുടിക്കുക. അത് നമ്മളെ കൂടുതൽ ഫ്രഷ് ആക്കും. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ഡൈജഷൻ കൂടുതൽ ഈസി ആകും. രാവിലെ എഴുന്നേറ്റ ഉടൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അതുപോലെ ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് ഡസ്റ്റ് ഡീറ്റോക്സ് ചെയ്യുക. അതായത് ഇടയ്ക്കിടയ്ക്ക് കൈകാലുകൾക്ക് സ്ട്രെച്ച് കൊടുക്കുക, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ലാപ്ടോപ്പ് മൊബൈൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവര് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. നല്ല ഉറക്കത്തിനുള്ള മൈക്രോ ഹാബിറ്റ്സ്. ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഫോൺ ഗ്രേ സ്കെയിലിലേക്ക് മാറ്റുക. അതോടൊപ്പം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ കഴുകുക. അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്താൻ നമ്മൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിരിക്കുക. പിന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ആവശ്യമുള്ള അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മൾക്ക് ആവശ്യമില്ലാത്തവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. നല്ല സുഗന്ധം ആസ്വദിക്കുക. പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും 1 മണിക്കൂർ നേരത്തേക്ക് ഫോൺ ഗ്രേ സ്കെയിലിൽ വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video. Bye.